എലനോസ് പാർട്ടി ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ജാസിക്കെതിരെ ഭയങ്കരമായിട്ട് തെറിവിളിയും അതുപോലെ തന്നെ എനിക്ക് എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാം ആ ഒരു വീഡിയോയിൽ ജാസിക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയാനുണ്ടായ കാരണം എന്താണെന്നാണ് നമ്മൾ ഈ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണാതിരിക്കുക. ഇതിനകത്ത് അങ്ങനത്തെ വാക്കുകളൊക്കെ എലനോസ് പാർട്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വോയിസ് ക്ലിപ്പ് അതുകൊണ്ട് കേൾപ്പിക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജാസി വീഡിയോ ഇട്ടതിന് ശേഷം എലനോസ് പാർട്ടി ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫുൾ ബോട്ടം സർജറി ഒന്നും അല്ല നടത്തിയിട്ടുണ്ടായിരുന്നത്, അപ്പർ സർജറി, അതായത് ബ്രസ്റ്റിൻ്റെ ആ ഒരു സർജറി ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് താഴെ വന്നിട്ട് ഈ ഒരു ജാസി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നീ എന്തിനാ എന്നെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഈ ഒരു ജാസി എലനോസ് പാർട്ടി ഉണ്ടെങ്കിൽ ഫോൺ കോൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോൺ കോൾ ചെയ്തിട്ട് എലനോസ് പാർട്ടി എടുത്ത് പറയുകയാണ്, നീ ഒന്ന് പെട്ടെന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്ക്, നമുക്ക് വീഡിയോ കോൾ ആക്കാം. എന്നിട്ട് വീഡിയോ കോൾ ഓണാക്കിയതും പെട്ടെന്ന് തന്നെ ഉണ്ടെങ്കിൽ ജാസി പെട്ടെന്ന് തുണി അങ്ങ് അഴിച്ച് കാണിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടതും ഈ എലനോസ് പാർട്ടി അത് മാറ്റി ഫോൺ തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷമാണ് ഇപ്പോൾ എലനോസ് പാർട്ടി വീഡിയോ ആയിട്ട് വന്നിട്ട് ജാസിക്കെതിരെ പൊതുരം പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്താണ് ജാസിക്കെതിരെ പറഞ്ഞിട്ടുള്ളതെന്നുള്ള ഓഡിയോ ക്ലിപ്പ് നമ്മൾ ഇതിൽ വെക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, വീഡിയോ എടുക്ക്, വീഡിയോ ഓണാക്കുമോളെ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിലങ്ങ് ഊരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. ഞാൻ വേഗം ഫോൺ താഴ്ത്തി പിടിച്ചു. ഞാൻ പറയട്ടെ, നിങ്ങളൊരു സ്ത്രീ ആവാൻ മെനക്കിടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു. സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ ഒരു റൂമിൽ ഇരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പാടില്ല, വൃത്തികിട്ടുന്ന ദുഷ്ടജീവി. ഇതിലും ഭയങ്കരമായിട്ടുള്ള രീതിയിലാണ് ജാസിക്കെതിരെ ഈ ഒരു വീഡിയോയിൽ എലനോസ് പാർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ചെറിയൊരു ക്ലിപ്പാണ്, വോയിസ് ക്ലിപ്പാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ഇത് കണക്ക് വിളിച്ചിട്ട് ഇത് കണക്ക് ഡ്രസ്സ് ഊരി കാണിച്ചു എന്ന്. എന്ത് മോശമായിട്ടാണ് ഈ ഒരു ജാസി ഇത് കണക്ക് ചെയ്യുന്നത്. എന്താണ് ഈ ഒരു ജാസി ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇതുപോലത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേന് ഇവരൊന്നും ചിന്തിക്കുന്നില്ലയോ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഓൾറെഡി ഇവർ കാരണം ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് ഭയങ്കരമായിട്ടുള്ള ഹേറ്റ് വരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ വിളിച്ച് ചെയ്യുമ്പോൾ എന്ന് ആലോചിക്കുക പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഇത് ചിലപ്പോൾ കേസൊക്കെ കൊടുക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതല്ല, നിങ്ങൾക്ക് ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജാസിക്ക് കേസ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കൊടുക്കുക, എനിക്കൊരു കുഴപ്പവുമില്ല എന്നുള്ള രീതിയിലായിരുന്നു ഹെലനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കിത് കേട്ട് സമയത്ത് തോന്നിയത് ജാസിക്ക് ഇത്രമാത്രം ബോധമില്ല, അതോ ഇവർക്ക് ഇത് വെച്ച് കണ്ടൻറ്റ് പിന്നെ ആൾക്കാർ ഇവരുടെ ചാനലിലൊക്കെ ചെന്ന് കാണാൻ വേണ്ടിയുള്ള രീതി ചെയ്യുന്നതാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ജാസി ചെയ്തത് വളരെ മോശമായിപ്പോയി. ഇത് ചെയ്തത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഹെലനെ വിളിച്ച് മാപ്പ് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇതുപോലെ ആരും ചെയ്യത്തില്ല. അത്ര മോശമായിട്ടാണ് ഒരു കാര്യം ചെയ്തിട്ടുണ്ടായത്. എന്തായാലും അതിന് കറക്റ്റായിട്ടുള്ള മറുപടി എല്ലാം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ കണ്ട സമയത്ത്, അതായത് ഓഡിയോ കേട്ട സമയത്ത്, ഇതിനെക്കുറിച്ച് അറിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുണ്ടായിരുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക.